ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ മനുഷ്യജീവിതങ്ങൾക്കിടയിൽ ഒരുപാട് സങ്കീർണതകൾ വാരിവിതറിക്കൊണ്ട് ഒരു പുതുമഹാമാരി നമുക്കിടയിലേക്ക് കടന്നു വന്നിരിക്കുന്നു. കോവിഡ്-19 എന്ന കൊറോണ വൈറസ്. വാക്സിൻ കണ്ടുപിടിക്കുന്നതുവരെ ഈ മഹാമാരി നമുക്കൊരു ഭീഷണിയായി തന്നെ തുടരും. പ്രതിരോധമല്ലാതെ മറ്റു മാർഗമില്ലാത്ത ഈ വൈറസ് നമ്മിലേക്ക് കടന്നു വരാതിരിക്കാൻ സദാ ജാഗരൂകരായിരിക്കേണ്ട കാലമാണിത്. നമ്മുടെ നാടിൻ്റെ സമ്പദ്ഘടനയുടെ വികസനത്തിന് സഹായകമാകുന്ന ഒരു പ്രധാന ഘടകമാണ് പ്രവാസികൾ. പ്രവാസികളുടെ ജീവിതത്തിനും കനത്ത ഒരു ആഘാതമായി മാറിയിരിക്കുകയാണ് ഈ മഹാമാരി. നാട്ടിലേക്ക് തിരികെ എത്തി ക്വാറന്റൈനിൽ കഴിയുന്ന ഒരു പ്രവാസിയുടെ ജീവിതത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. സാധാരണ ഞാൻ ഗൾഫിൽ നിന്ന് വരുമ്പോൾ ഇവിടെ എല്ലാവരും കാണുമായിരുന്നു. ഇപ്പോൾ ഇവിടെ ആരുമില്ല. കളിയും ചിരിയും എന്ത് സന്തോഷമായിരുന്നു. ഇപ്പോൾ ഞാൻ ഈ വീട്ടിൽ ഒറ്റയ്ക്ക്. ഇപ്പോൾ 14 ദിവസത്തെ ക്വാറന്റൈൻ എങ്ങനെ തള്ളി നീക്കുമോ എന്തോ. എന്തായാലും ഒന്ന് ഫ്രഷായിട്ട് നമ്മെ വിളിക്കാം. ഹലോ അമ്മേ. മോനെ, നീ വീട്ടിൽ എത്തിയോ? എത്തിയമ്മേ. അച്ഛനവിടെ ഇല്ലേ? ഉണ്ട് മോനെ, അച്ഛനും നിന്റെ ചേച്ചിയും ഒക്കെ ഇവിടെയുണ്ട്. എല്ലാവരെയും കാണാനായിട്ട് ഞാൻ കോവിഡ് ടെസ്റ്റ് കഴിഞ്ഞ് റിസൾട്ട് കിട്ടിയിട്ട് വരാം. ടെൻഷനൊന്നും വേണ്ട മോനെ, സമാധാനമായിട്ടിരിക്കെ. റിസൾട്ട് നെഗറ്റീവ് ആയിരിക്കും. ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അവിടെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഫ്രൂട്ട്സൊക്കെ അവിടെ ഇരിപ്പുണ്ട്. അതൊക്കെ കഴിക്കണം. ചൂടുവെള്ളം ധാരാളം കുടിക്കണം. കഴിക്കുന്ന കാര്യമല്ല അമ്മേ വിഷമം. എങ്ങനെ സമയം പോകുന്നതാണ് പ്രശ്നം. അതിന് നീ വിഷമിക്കേണ്ട. നിന്റെ ചേച്ചി കുറെ ബുക്സ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അവിടെ. നിനക്ക് മുൻപേ വായന ഇഷ്ടമാണല്ലോ. പിന്നെ കൂട്ടുകാരെയൊക്കെ വിളിച്ച് സംസാരിക്കാമല്ലോ. ശരി അമ്മേ, ഞാൻ പിന്നെ വിളിക്കാം. ഹലോ, കിരൺ, ഇത് ഞാനാ ശ്യാം. നീ ഒന്ന് ക്വാറന്റൈനാണെന്ന് അറിഞ്ഞു. നിനക്ക് വേറെ പ്രോബ്ലം ഒന്നുമില്ലല്ലോ. നീ ക്ഷമിക്കണ്ട, റിസൾട്ടൊക്കെ നെഗറ്റീവ് ആയിരിക്കും. എന്തായാലും ടെസ്റ്റ് റിസൾട്ട് വരുമ്പോൾ എന്നെ വിളിക്കണം. എന്തായാലും ഞാൻ നിന്നോടൊപ്പം കാണും. ശരി, വയ്ക്കട്ടെ. ടെസ്റ്റ് കഴിഞ്ഞ് നമുക്ക് നേരിൽ കാണാം. ഹലോ, കിരൺ അല്ലേ? ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ്. ക്വാറന്റൈനിൽ തന്നെയാണല്ലോ. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? പനിയോ ചുമയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചാൽ മതി. ടെസ്റ്റിന് സമയമാകുമ്പോൾ വിളിക്കാം. ടെൻഷനൊന്നും വേണ്ട കേട്ടോ. എന്തുണ്ടെങ്കിലും ഞങ്ങളെല്ലാം കൂടെയുണ്ട്. കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. സോപ്പോ ഹാൻഡ് വാഷ് ഉപയോഗിച്ച് കൂടെ കൈകൾ നന്നായി കഴുകണം. ഇടയ്ക്കിടെ സാനിറ്റൈസർ തേക്കണം. ചൂടുവെള്ളം ധാരാളം കുടിക്കണം. ഓക്കെ, ശരി. അപ്പോൾ എന്തുണ്ടെങ്കിലും വിളിച്ചാൽ മതി. ഇവരുടെ വാക്കുകൾ കേട്ടപ്പോൾ സമാധാനം തോന്നുന്നു. നമസ്കാരം. പ്രധാന വാർത്തകളിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ഐഷ ഫാത്തിമ.
കേരളത്തിൽ COVID-19 കേസുകൾ ദിനപ്രതി വർദ്ധിക്കുന്നു. 1000-ൽ ഏറെ പേർ നിരീക്ഷണത്തിൽ. ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 2000 കടന്നു. സർക്കാർ കടുത്ത നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. തിങ്കളാഴ്ച മുതൽ സമ്പൂർണ്ണ ലോക്ക്ഡൌണിന് സാധ്യത. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം. വാർത്തകൾ വിശദമായി. ഇന്ന് സംസ്ഥാനത്ത് 2710 പേർക്കാണ് കോവിഡ് ബാധ സ്ഥിരീകരിച്ചത്. കോവിഡ് ബാധിച്ച് 19 പേരാണ് സംസ്ഥാനത്ത് മരണമടഞ്ഞത്. ഇതൊക്കെ കേട്ടിട്ട് തന്നെ തലവേദന എടുക്കുന്നു. റിസൾട്ട് എങ്ങനെയെങ്കിലും നെഗറ്റീവായാൽ മതിയായിരുന്നു. ആ കിരണല്ലേ? താങ്കളുടെ കോവിഡ് ടെസ്റ്റ് റിസൾട്ട് വന്നിട്ടുണ്ട്. നെഗറ്റീവാണ്. സന്തോഷമായല്ലോ? താങ്ക് യു സാർ. റിസൾട്ട് നെഗറ്റീവായാലും സന്തോഷം. ഓക്കെ, ശരി. ഹലോ എടാ ശ്യാം, റിസൾട്ട് നെഗറ്റീവാണ് കേട്ടോ. ആ, സന്തോഷമായല്ലോ. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് ആശ്വാസമായത്. ഇനി നമുക്ക് നേരിൽ കാണുമ്പോൾ വിശദമായി സംസാരിക്കാം. ആ, നിന്നെയാണ് ഞാൻ ആദ്യമേ വിളിച്ചത്. ഞാൻ ഇനി അമ്മയെ വിളിക്കട്ടെ. ഓക്കെ, ശരി. ഓക്കെ, ബൈ. വരൂ, നമുക്കും പ്രതിരോധിക്കാം കൊറോണ വൈറസിനെ. Break the chain. സോപ്പ് ഉപയോഗിച്ചോ ഹാൻഡ് വാഷ് ഉപയോഗിച്ചോ കൈകൾ നന്നായി കഴുകുക. കൊറോണ വൈറസിൽ നിന്നും മോചനം നേടുക. നമസ്കാരം, ഞാൻ ഹന്ന. കൊറോണ വൈറസിനെ എങ്ങനെ പ്രതിരോധിക്കാം നമുക്ക് നോക്കാം. Break the chain. കൊറോണ വൈറസിനെ പ്രതിരോധിക്കാൻ നാം ഉപയോഗിക്കുന്ന മാസ്ക് ഉപയോഗപ്രദമാണോ എന്ന് ഒരു പരീക്ഷണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഇങ്ങനെയുള്ള മാസ്ക് നമുക്ക് വേണ്ടേ വേണ്ട. അതെ, N95 മാസ്ക് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കൊറോണ വൈറസിനെ പ്രതിരോധിക്കാം. അതെ, ഒരുമിച്ച് നിന്നാൽ ഏത് മഹാമാരിയും നമുക്ക് ചെറുത്തു നിൽക്കാം. പേടിയല്ല, കരുതലാണ് വേണ്ടത്. രോഗിയല്ല, രോഗത്തെയാണ് നാം മാറ്റി നിർത്തേണ്ടത്. പുറത്തു പോകുമ്പോൾ ഉറപ്പായിട്ടും മാസ്ക് ധരിക്കുക. ഹാൻഡ് വാഷോ ഹാൻഡ് സാനിറ്റൈസറോ ഉപയോഗിച്ച് കൈകൾ ഇടയ്ക്കിടെ കഴുകുക. സാമൂഹിക അകലം പാലിക്കുക. ചൂടുവെള്ളം ധാരാളമായി കുടിക്കുക. പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും നമ്മുടെ ഭക്ഷണത്തിൽ മുഖ്യ ഭാഗമാക്കുക. ഇനി വരും കാലങ്ങളിലും ഈ ജീവിതചര്യ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുക. കൊറോണ വാക്സിന്റെ വിജയത്തിന് വേണ്ടി നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം. അതുവരെ കരുതലോടെ ജീവിക്കാം.